ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മനോഹരമായ ഒരു ദിവസം നമുക്ക് ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. മതി. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. യേശു ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ആ വിശ്വാസം വലിയതെന്ന് യേശു പറയുകയാണ്. ആ സ്ത്രീയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതൊരു കനാന്യ സ്ത്രീയാണ്. അവൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് തൻ്റെ ആവശ്യം കർത്താവിനോട് പറയുകയാണ്. ഇതേ വേദഭാഗം തന്നെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലും 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവളെക്കുറിച്ച് പറയുന്നത് ഇവളൊരു യവന സ്ത്രീയാണെന്നും സുറോഫോയിക്ക ജാതിയിൽപ്പെട്ടതാണെന്നും നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ വേദഭാഗം നമുക്ക് വായിക്കാം. 22-ാം വാക്യം നമുക്ക് വായിക്കാം. 22-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ദൈവസന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു കനാന്യ സ്ത്രീ. ആ സ്ത്രീ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, നീ ദാവീദിൻ്റെ പുത്രനാണ് എന്നും ആ സ്ത്രീ പറയുന്നു. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഈ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവനെൻ്റെ നാഥനാണ്, അവനെൻ്റെ ഉടമസ്ഥനാണ്, അവനെൻ്റെ സർവസ്വവുമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ അവൻ ദാവീദ് പുത്രനാണ് എന്ന് അവൾ വിശ്വസിക്കുന്നു. ദാവീദിൻ്റെ പുത്രനാണ്. നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാം, ദാവീദിൻ്റെ സന്തതിയായി മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു എന്ന്. മാത്രമല്ല, ദാവീദിൻ്റെ വേരും വംശവും ഉദയനക്ഷത്രവുമായ യേശുക്രിസ്തു. ദൈവമക്കളെ, ഈ യേശുവിനെ അവൾ വിശ്വസിക്കുന്നു, ഈ യേശുവിനെ അവൾ അംഗീകരിക്കുന്നു. ഈ യേശു എൻ്റെ കർത്താവാണ്, ദാവീദ് പുത്രനാണ്. ആ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ആ സമൂഹത്ത് യേശുവിനെ വെറുക്കുന്ന ഒരു സമൂഹമാണ്. യേശുവിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? യേശു തൻ്റെ പുതുനഗരത്തിൽ എത്തിയപ്പോൾ, പള്ളിയിൽ ചെന്നപ്പോൾ അവർ, ആ പള്ളിയിൽ കൂടി പള്ളിയിലുണ്ടായിരുന്നവർ ആ യേശുവിനെക്കുറിച്ച് പറയുന്നത് ഇവൻ തച്ചനല്ലോ എന്നാണ്, ഇവൻ മറിയയുടെ മകനാണെന്ന്. ഇവനെക്കുറിച്ച് ആ രീതിയിലാണ് ജനം യേശുവിനെ കാണുന്നത്. ഇവൻ ബേൽസബൂവാണ്, ഭൂതങ്ങളുടെ തലവനാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും യേശുവിനെ വിമർശിക്കുന്നവർ യേശുവിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാമോ എന്ന് നോക്കി യേശുവിൻ്റെ പിന്നാലെ മുൻവിധിയോടെ പോകുന്നവർ, ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ സ്ത്രീ യേശുവിനെക്കുറിച്ച് പറയുകയാണ്, ഈ യേശു എൻ്റെ കർത്താവാണ്, ഇവൻ ദാവീദ് പുത്രനാണ്.
ദൈവമക്കളെ, യേശുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നാം ചിന്തിക്കണം. നാം യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? യേശുവിനെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നാം പലപ്പോഴും പ്രാർത്ഥനകളിലൊക്കെ ചെല്ലും കർത്താവേ എന്ന്, ദൈവമേ എന്ന്. ഇതെല്ലാം യേശുവിനെക്കുറിച്ചൊക്കെ നമ്മൾ പല രീതിയിലും പുറമേ പല രീതിയിലും നാം യേശുവിനെക്കുറിച്ചും പറയും, പ്രാർത്ഥിക്കും. എന്നാൽ ഈ യേശു എൻ്റെ കർത്താവായോ, എൻ്റെ ഉടയവനായോ, എൻ്റെ ഉടമസ്ഥനായോ? ആ യേശുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ആ സ്ത്രീക്ക്, ആ കനാന്യ സ്ത്രീക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവമക്കളെ, മാത്രമല്ല അവൾ യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ്, നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ആ ഭാഗം വായിക്കുമ്പോൾ അവൾ, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ഒരക്ഷരവും മിണ്ടുന്നില്ല. യേശു ഒന്നും പറയുന്നില്ല. യേശു അത് കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ അങ്ങനെ നടന്ന് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ അവൾ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, യേശു നിശബ്ദതയോടെ നിൽക്കുമ്പോഴും ഇതാ അവൾ നിശബ്ദയാകുന്നില്ല, അവൾ മിണ്ടാതിരിക്കുന്നില്ല, അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇത് ശിഷ്യന്മാർ പറയുന്നു, ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമേ എന്ന്. അവിടെ വായിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് പറഞ്ഞു. ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനാണ് ശിഷ്യന്മാരും പറയുന്നത്. ശിഷ്യന്മാരെ എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ പറഞ്ഞയക്കുവാനാണ് യേശുവിനോട് പറയുന്നത്. ശിഷ്യന്മാരുടെ പ്രതികരണം, യേശു ഒന്നും സംസാരിക്കുന്നില്ല. ശിഷ്യന്മാർ പറയുന്നു ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന്. എല്ലാം പ്രതികൂലമാണ്. എല്ലാം പ്രതികൂലമായിട്ടും ആ പ്രതികൂലങ്ങളിലേക്ക് ഒന്നും നോക്കാതെ യേശുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവൾ മുമ്പോട്ട് പോവുകയാണ്. ഇതാ യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന്. അത് നാം വായിക്കുന്ന 24-ാം വാക്യമാണ്. അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതാ, കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശുവിൻ്റെ കഠിനമേറിയ വാക്കുകൾ, യേശുവിൻ്റെ നിശബ്ദത, യേശുവിൻ്റെ കഠിനമേറിയ വാക്കുകൾ, ഇതൊന്നും അവളെ തളർത്തിയില്ല. അവളുടെ വിശ്വാസ ജീവിതത്തെ, ആ വലിയ വിശ്വാസത്തിൽ നിന്ന് അവളെ പിന്മാറ്റത്തിലേക്ക് നയിച്ചില്ല. അവൾ ആശയോടെ, പ്രത്യാശയോടെ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ ഇതാ നമസ്കരിക്കുന്ന ആ സ്ത്രീ യേശുവിനോട്, കർത്താവേ എന്നോട് കരുണ തോന്നണം. വീണ്ടും അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശുവിൻ്റെ മുമ്പിൽ വീഴുകയാണ്. യേശുവിൻ്റെ സന്നിധിയിൽ നമസ്കരിക്കുകയാണ്. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇതാ വിശ്വാസത്തിലുള്ള സ്ഥിരതയാണ് നാം അവിടെ കാണുന്നത്. ആ സ്ത്രീയിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത. അവൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയല്ല, വിശ്വാസത്തിൽ സ്ഥിരതയോടെ യേശുവിൻ്റെ പിന്നാലെ ചെന്ന് യേശുവിൻ്റെ സന്നിധിയിൽ നമസ്കരിക്കുകയാണ്. യേശുവേ എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ. വേദപുസ്തകത്തിൽ ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. 123-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ.
ദൈവമക്കളെ, നാം ഇവിടെ കാണുന്നു ഈ സ്ത്രീ അചഞ്ചലമായ വിശ്വാസം. അവൾ യേശുവിൻ്റെ പിന്നാലെ ചെന്നു, യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ. ദൈവമക്കളെ, ഇതാണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. ലഭിക്കുവോളം മടുത്തുകൂടാതെ പ്രാർത്ഥനയിൽ പോരാടുന്നു. ദൈവസന്നിധിയിലിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അനേകം വിഷയങ്ങൾ വരാറുണ്ട്, അനേകം പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ, ആർത്തലച്ച് വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ, മല പോലെ വരുന്ന വിഷയങ്ങളുടെ മുമ്പിൽ, എൻ്റെ കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ, നീ എന്നോട് കരുണ തോന്നണമേ, ഈ വിഷയത്തിൽ മേൽ നീ പ്രവർത്തിക്കണമേ കർത്താവേ, എന്നെ സഹായിക്കണമേ. എനിക്ക് വേറെ ആരുമില്ല കർത്താവേ, ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എനിക്ക് സഹായകൻ നീ മാത്രമാണ്. കർത്താവേ, നീ എൻ്റെ അടുക്കലേക്ക് വരണമേ, എന്നെ ഈ പ്രശ്നത്തിന്മേൽ നീ പ്രവർത്തിക്കണമേ എന്ന് നാം എത്ര പേര് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമക്കളെ, ദൈവമുഖത്തേക്ക് നാം എത്ര പേര് നോക്കാറുണ്ട്. ദൈവമക്കളെ, ഇവിടെ നാം കാണുന്നു ഈ സ്ത്രീയുടെ വിശ്വാസം, ഈ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത. ആ വലിയ വിശ്വാസത്തെയാണ് യേശു ഇവിടെ പ്രകീർത്തിക്കുന്നത്. യേശു പറഞ്ഞു, അപ്പോഴും അവൻ്റെ സന്നിധിയിൽ വന്ന് നമസ്കരിക്കുന്ന ആ സ്ത്രീയോട് യേശു എന്തുവാ പറഞ്ഞത്? അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. ദൈവമക്കളെ, എത്ര ലജ്ജാകരമായ അല്ലെങ്കിൽ അവജ്ഞയേറിയ വാക്കുകളാണ് യേശുവിൻ്റെ നാവിൽ നിന്ന് വന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ യേശു അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നാം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവളുടേതായ തനതായ അവസ്ഥ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ്? നീ ഒരു നായാണ്, നിൻ്റെ മകൾ ഒരു നായ്ക്കുട്ടിയാണ്. അത്ര നിന്ദ്യമായ അവസ്ഥയാണ് നിൻ്റേത്. നിൻ്റെ തനതായ അവസ്ഥ ആ സ്ത്രീയുടെ തനതായ അവസ്ഥ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും കർത്താവ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവളുടെ അവസ്ഥ എന്താണെന്ന്. ദൈവമക്കളെ, നായ്ക്കൾ എങ്ങനെയുള്ളവരാണ്? നായ്ക്കളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്വന്തം ശക്തിയിലേക്ക് തിരിഞ്ഞ നായ്ക്കളെന്ന്. ദൈവമക്കളെ, നായ്ക്കളെക്കുറിച്ച് നാം പിന്നീടും വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് നായ്ക്കളും. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം, അതിൻ്റെ അവസാന അധ്യായം, അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 15-ാം വാക്യം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവമക്കളെ, അവിടെ വായിക്കുന്നത് നായ്ക്കളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ അവരെല്ലാം പുറത്താണെന്ന്. അതെല്ലാം പുറത്തായിപ്പോൾ അവർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശനമില്ല. ദൈവമക്കളെ, ഈ നായ്ക്കളുടെ സ്വഭാവം, നീ ഒരു നായാണെന്ന് അവളുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു. യേശു അവളുടെ അവസ്ഥ കാണിച്ചു കൊടുത്തു. ദൈവമക്കളെ, ഹല്ലേലൂയ, പരസ്യമായ തിരസ്കരണമാണ് യേശുവിൻ്റെ നാവിൽ നിന്ന് വന്നത്. ഒന്നാമത്തെ കാര്യം നാം വായിച്ചു, യേശുവിൻ്റെ നിശബ്ദത. യേശു നിശബ്ദനായി നിൽക്കുമ്പോഴും ആ സ്ത്രീ നിശബ്ദയായി നിൽക്കുന്നില്ല. അവളുടെ ആവശ്യവുമായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ കഠിനമേറിയ വാക്കുകൾ. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെയാണ് ഞാൻ അന്വേഷിച്ചു വന്നത് എന്ന് യേശു പറയുകയാണ്.
യേശു അവളുടെ മുഖത്തേക്ക് നോക്കിയല്ല പറയുന്നത്, ശിഷ്യന്മാരോടാണ് പറയുന്നത്. യേശു അവളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ആ കഠിനമേറിയ വാക്കുകളുടെ മുമ്പിൽ അവൾ പതറിയില്ല, അവൾ പുറകോട്ട് മാറിയില്ല, അവൾക്ക് നിരാശ വന്നില്ല. അവൾ പ്രത്യാശയോടെ യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. മൂന്നാമതായി നാം കാണുന്നത് യേശുവിൻ്റെ പരസ്യമായ തിരസ്കരണം. ഇത് മൂന്നും അവളുടെ മുമ്പിൽ യേശുവിൽ നിന്ന് അവൾക്ക് കാണാൻ സാധിച്ചെങ്കിലും അവൾ നിരാശപ്പെട്ടില്ല. അവൾ യേശുവിൻ്റെ സന്നിധിയിൽ, ആ പാദപീഠത്തിൽ യേശുവിനെ നമസ്കരിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ദൈവമക്കളെ, ഈ സ്ത്രീയെ കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത് എന്ന്. ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം പലപ്പോഴും യേശുവിനെ വിളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പ്രശ്ന പരിഹാരകനായിട്ടാണ് നാം പലപ്പോഴും യേശുവിനെ കാണുന്നത്. എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടണം, എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കടത്തിലൂടെ ഞാൻ പോകുന്നു, പല പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തികമായ പല പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ അതിനുവേണ്ടി ഒരു യേശുവിനെ വേണം. അല്ലെങ്കിൽ മാരകമായ രോഗം വന്നിരിക്കുന്നു, ഇതിനൊരു ശമനം കിട്ടണം, ഈ രോഗത്തിൽ നിന്ന് ഒരു മോചനം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വേദന കൊണ്ട് പിടയുമ്പോഴും ഈ വേദനയിൽ നിന്ന് എനിക്ക് ഒരു മോചനം കിട്ടണം. ദൈവമക്കളെ, അങ്ങനെ മക്കളുടെ ആവശ്യങ്ങൾ, മക്കളുടേതായ അവരുടെ പഠിത്ത കാര്യങ്ങൾ, അവരുടെ ഭാവി കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഓരോ വിഷയങ്ങൾ, ഭർത്താവിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ഇങ്ങനെ ഈ ലോകപ്രകാരമുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരകനായിട്ടാണ് നാം പലപ്പോഴും യേശുവിനെ കാണുന്നത്. ദൈവമക്കളെ, എന്നാൽ ഇതാ ഈ യേശുവിനെ ഇവളും കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ഈ യേശുവിനെ കർത്താവായി അംഗീകരിച്ചുകൊണ്ട്, ദാവീദിൻ്റെ പുത്രനായി അംഗീകരിച്ചുകൊണ്ട്, കർത്താവെ, ഈ ലോകപ്രകാരമുള്ള ഒരു വിഷയത്തിനും പരിഹാരം ലഭിച്ചില്ലെങ്കിലും നാം ഓരോരുത്തരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ പ്രശ്നത്തിനൊന്നും പരിഹാരം കിട്ടിയില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ സന്നിധിയിൽ, നിൻ്റെ മുഖത്തേക്ക് ഞാൻ ആശയോടെ നോക്കുകയാണ്. കർത്താവേ, എനിക്ക് സഹായകൻ നീ മാത്രമാണ്. അവളോട് യേശു പറഞ്ഞു. അവളോട് ഇങ്ങനെ നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 26-27 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അതിന് അവൾ 27 വാക്യം, അതേ കർത്താവേ, അതേ കർത്താവേ, എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഞാൻ നായാണ്, എൻ്റെ മകള് നായ്ക്കുട്ടിയാണ്, ഞാൻ നായ് തന്നെയാണ്. അത്ര വൃത്തികെട്ട സ്വഭാവമാണ് എൻ്റേത്. ഞാൻ മുഴുവൻ പാപിയാണ്, ഞാൻ ശപിക്കപ്പെട്ടവളാണ്. നമുക്ക് കനാന്യരെക്കുറിച്ച് നമുക്ക് കനാൻ ശപിക്കപ്പെട്ടവനെന്ന് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് നാം അവിടെ വായിച്ചോളൂ. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. ശപിക്കപ്പെട്ട ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണിവള്. ശപിക്കപ്പെട്ടവളാണ്, ഞാൻ ശപിക്കപ്പെട്ടവളാണ്, ഞാനൊരു നായാണ്, ഞാൻ പാപിയാണ്. സ്വന്തം അവസ്ഥ കണ്ടു, തനതായ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ എളിമയോടെ ഇരിക്കുന്നു. ദൈവമക്കളെ, എപ്പോഴും നാം അനുഗ്രഹിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മിലേക്ക് അനുഗ്രഹം ഒഴുകി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം വലിയതായിത്തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം എളിമയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്. നമ്മുടെ തനതായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്
എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് കർത്താവേ, ഞാൻ ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് കർത്താവേ, ശാപം എന്നെ പിന്തുടരുന്നുണ്ട് കർത്താവേ, അനേകം ബന്ധനങ്ങളുണ്ട്, പുറമേ പ്രകടമായ പാപത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും, പ്രവൃത്തിയിൽ എനിക്ക് പാപം വരുന്നില്ലെങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നും പാപ സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, പാപത്തിൻ്റെ പ്രവണതകളും പ്രകൃതവും എൻ്റെ ഉള്ളിലുണ്ട് കർത്താവേ. എൻ്റെ പ്രതികരണങ്ങൾ പാപമാണ്. ഇത് നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം എളിമപ്പെടുന്നത്. കർത്താവേ, എനിക്കൊരർഹതയുമില്ല, എനിക്കൊരർഹതയുമില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടണമെന്ന് അവകാശപ്പെടാൻ എനിക്കൊന്നുമില്ല, ഒരു യോഗ്യതയുമില്ല, ഒരർഹതയുമില്ല കർത്താവേ. എങ്കിലും ഞാൻ നിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുകയാണ്. എൻ്റെ തനതായ അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ സ്ത്രീ അന്നേരം അവൾ അങ്ങനെയാണ് ചിന്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ നായാണ്, ഞാൻ എൻ്റെ മകൾ നായ്ക്കുട്ടിയാണ്, എല്ലാം ശരിയാണ് കർത്താവേ. എനിക്ക് ഒരനുഗ്രഹത്തിന് യോഗ്യതയില്ല. എന്താണെന്ന് അന്നത്തെ വിശ്വാസം എന്താണ്? യഹൂദര് മക്കളാണ്, വിജാതീയര് നായ്ക്കളാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ വിശ്വാസം. ആ വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് യേശു അവളോട് അങ്ങനെ സംസാരിച്ചത്. ദൈവമക്കളെ, അവൾക്ക് യോഗ്യതകളും അർഹതകളും ഒന്നും പറയാനില്ല. എങ്കിലും അവൾ വിശ്വാസത്തോടെ ക്രിസ്തുവിലേക്ക് നോക്കുകയാണ്, യേശുവിലേക്ക് നോക്കുകയാണ്. ദൈവമക്കളെ, പുറമേയുള്ള യോഗ്യതകളൊന്നുമല്ല, പുറമേയുള്ള യോഗ്യതകളോ പുറമേയുള്ള നമ്മുടേതായ ആരാധനകളോ നമ്മുടേതായ ചടങ്ങുകളോ ഒന്നിനും പ്രസക്തിയില്ല, ഒന്നുമല്ല ദൈവമക്കളെ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, ഹൃദയത്തിൻ്റെ ഉൾഭാഗത്തേക്കാണ്, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലേക്കാണ് ക്രിസ്തു നോക്കുന്നത്. അവിടെ വിശ്വാസമുണ്ടോ ദൈവമക്കളെ? വിശ്വാസത്തിൽ അവൾ നിലനിന്നു എന്ന് നാം കാണുന്നുണ്ട്. ഹൃദയത്തിലേക്കാണ് ക്രിസ്തു നോക്കുന്നത്. ഹൃദയാന്തർഭാഗത്തിലേക്ക് ക്രിസ്തു നോക്കുമ്പോൾ അവളുടെ വിശ്വാസം വലിയതാണെന്ന് കണ്ടു. ആ വിശ്വാസത്തിൽ കൂടിയാണ് ക്രിസ്തു ദൈവമക്കളെ പ്രവർത്തിക്കുന്നത്. നാം ഓർക്കുക, നമ്മുടേതായ പ്രാർത്ഥനകളോ നമ്മുടേതായ ആരാധനയോ ഇതൊന്നുമല്ല ദൈവമക്കളെ, അതിൽ കൂടി ഒന്നുമല്ല സ്വർഗ്ഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ് ക്രിസ്തുവിന് നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് യെസ് മൈ ലോഡ്, വേദപുസ്തകത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് യെസ് ലോഡ്, ട്രൂ ലോഡ്, കർത്താവേ ശരിയാണ്, നീ പറഞ്ഞത് പരിപൂർണ സത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു കർത്താവേ. ദൈവമക്കളെ, ഈ ബലഹീനനായ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2000 ആണ്ടിൽ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വന്ന് ദൈവവചനം കേട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിലൂടെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു. പ്രകടമായ പാപത്തിലേക്കൊന്നും പോയിട്ടില്ല. സിനിമയില്ല, അല്ലെങ്കിൽ വെറുക്കൂത്ത് രംഗങ്ങളില്ല, മദ്യപാനമില്ല. നല്ല കുട്ടിയായിട്ട് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പല രംഗങ്ങളിലും പ്രസംഗിച്ചും എല്ലാം ഓടി നടന്ന് ഞാൻ നല്ല വ്യക്തിയാണ്, ഞാൻ ഓൾ റൈറ്റാണെന്ന് ചിന്തിച്ച് അങ്ങനെ ധരിച്ചിരുന്ന ഒരു മൂഢതയിൽ പോയ ഒരു കപടഭക്തനായിരുന്നു ഞാൻ. എന്നാൽ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വന്ന ദൈവവചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, എൻ്റെ ഹൃദയം വെള്ളതേച്ച ശവക്കല്ലറയാണ്. പുറമേ എല്ലാം നല്ലതാണ്, പുറമേ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ആരാധനയുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു, ഹൃദയത്തിൽ മുഴുവൻ പാപമായിരുന്നു. ഞാൻ പുറമേ ഇല്ല എന്ന് അഭിമാനിക്കുന്ന പാപങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അത് എൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ആ വചനത്തിൻ്റെ മുമ്പിൽ, കർത്താവേ യെസ് മൈ ലോഡ്,
എൻ്റെ കർത്താവേ, അതെ, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുവാനും അംഗീകരിക്കുവാനും ദൈവസന്നെ വിനയപ്പെടുവാനും എൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും പരിശോധിക്കുവാനും ആ ശുദ്ധീകരണം തരുന്ന ദൈവസന്നിധിയിൽ ആ ശുദ്ധീകരണത്തിന് വേണ്ടി ദാഹത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവമക്കളെ, ആ കർത്താവ് ഇന്നയോളം എന്നെ വഴി നടത്തുന്നു, ഇന്നയോളം എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ നല്ല കുടുംബം കർത്താവ് തന്നു. ഹല്ലേലൂയ. മക്കളെയും ഭാര്യയെയും എല്ലാം കർത്താവ് സമൃദ്ധിയായിട്ട് തന്ന് എല്ലാം ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇതിനെല്ലാം കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണ്. സത്യവചനം കേൾക്കുവാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാനും അനുദിന ശുദ്ധീകരണത്തിന് വേണ്ടി ദാഹത്തോടെ ദൈവസന്നിധിയിലിരുന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരയുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവമക്കളെ, ഇന്ന് ഈ ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കർത്താവേ, നീ തരുന്ന വചനം എത്ര കർശനമായ വചനമാണെങ്കിലും, എത്ര ശാസനയോടെയാണ് നീ സംസാരിക്കുന്നതെങ്കിലും, എത്ര കഠിനമേറിയ വാക്കുകളാണെങ്കിലും കർത്താവേ, അത് അംഗീകരിച്ചുകൊണ്ട് അതെൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവേ. ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. അന്ന് കർത്താവേ, നീ കർത്താവേ ആ വിശ്വാസത്തെ, ആ സ്ത്രീയുടെ വിശ്വാസത്തെ നീ അഭിനന്ദിച്ചു. ഹല്ലേലൂയ. അത് വലിയ വിശ്വാസമാണെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവേ, ഇതാ വലിയ വിശ്വാസത്തോടുകൂടി ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു കർത്താവേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ. എൻ്റെ ബന്ധനങ്ങളെ അഴിക്കണമേ. ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാ ശാപങ്ങളും മാറിപ്പോകും. എല്ലാ ശാപങ്ങളും മാറിപ്പോകും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നാൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് വീണാൽ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ വലിയ വിശ്വാസത്തോടെ അംഗീകരിച്ചുകൊണ്ട് ആ ക്രിസ്തു എൻ്റെ രക്ഷകനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അവനെ രക്ഷിതാവും കർത്താവുമായി നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, നിൻ്റെ ശാപങ്ങളെല്ലാം മാറിപ്പോകും. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. ഇതാ ശാപത്തിൽ നിന്നുള്ള വിടുതൽ, ശാപത്തിൽ നിന്നുള്ള വിടുതൽ ആ യേശു നമുക്ക് തരും. എല്ലാ ശാപങ്ങളും ഇതാ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മിലുള്ള എല്ലാ ശാപങ്ങളും ക്രിസ്തു നമ്മിൽ നിന്ന് മാറ്റിത്തരും. ഹല്ലേലൂയ. ക്രിസ്തു അതിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ തരും. ഹല്ലേലൂയ. നമുക്ക് സൗഖ്യം തരും, ആത്മാവിന് സൗഖ്യം തരും. ഇതാ നമ്മുടെ ശരീരത്തിന് സൗഖ്യം തരും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവമക്കളെ, വരുമെന്നല്ല പറഞ്ഞത്, വന്നുമിരിക്കുന്നു എന്നാണ്. ഈ വചനം അംഗീകരിച്ചുകൊണ്ട് നാം ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവേ, നിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ ക്രിസ്തുവിലേക്ക് ഞാൻ നോക്കുന്നു കർത്താവേ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കർത്താവേ. ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എൻ്റെ മേൽ നിൻ്റെ ആണിപ്പഴുതുള്ള കരം വെക്കണമേ കർത്താവേ. എൻ്റെ രോഗത്തിന്മേൽ, എൻ്റെ ശാപത്തിന്മേൽ, ഹല്ലേലൂയ, എല്ലാം വിടുതൽ അയക്കണമേ കർത്താവേ. കർത്താവേ, എൻ്റെ സന്നിധിയിൽ ഞാൻ എളിമയോടെ ഇരിക്കുകയാണ് കർത്താവേ. നീ കൃപ ചെയ്യുവോളം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കർത്താവേ. നിന്നെ കർത്താവേ, എത്ര സമയം വൈകിയാലും കർത്താവേ, ഞാൻ നിനക്കായി കാത്തിരിക്കും കർത്താവേ. നിൻ്റെ സമയത്തിന് വേണ്ടി നിൻ്റെ സന്നിധിയിൽ ഞാൻ കാത്തിരിക്കും കർത്താവേ. എന്നോട് കരുണ തോന്നണമേ, എന്നോട്
എന്നോട് മനസ്സലിയണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ വിശ്വാസം എന്ന പാറയിൽ, ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് കർത്താവേ, ആ വിശ്വാസത്തിൽ നിന്ന്, ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്ന് ഒരല്പം പോലും വ്യതിചലിക്കാതെ യേശുവേ, നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കർത്താവേ. അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ, എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ, എല്ലാ ശാപങ്ങളെയും മാറ്റണമേ, യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.